പ്രൈസ് ദ ലോർഡ് ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്റ്റാർട്ട് ദ ഡേ വിത്ത് ജീസസ് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ രാവിലെ സമയം നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യഹോവയീരേ ദാതാവാം ദൈവം, യേശു മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, യേശു മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യെസ്, രാവിലെ നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാവർക്കും കഥ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ഥലത്ത് 2 ആടുകളുണ്ടായിരുന്നു. ഒരാടിൻ്റെ പേര് ചോട്ടു എന്നും മറ്റൊരാടിൻ്റെ പേര് മോട്ടു എന്നുമായിരുന്നു. ചോട്ടുവും മോട്ടുവും ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഈ കൂട്ടുകാരായിരിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ആടുകളാണ്. അവർ വളരെ സ്നേഹത്തോടുകൂടെ ജീവിച്ചിരുന്ന ആടുകളാണ്. അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവിടെ ഒരു ചെന്നായ ഉണ്ടായിരുന്നു. ഈ ചെന്നായ്ക്കൊരാഗ്രഹം ആടിൻ്റെ രക്തം കുടിക്കണം. എങ്ങനെ ആടിൻ്റെ രക്തം കുടിക്കാം? അപ്പോൾ പ്രത്യേകിച്ച് ചെന്നായുടെ ഒരാഗ്രഹം നല്ല ചൂട് രക്തം തന്നെ വേണം. ചത്ത് കിടക്കുന്ന ആടിൻ്റെ രക്തമല്ല, ചൂട് ചോര എന്ന് പറയുന്ന പോലെ ചൂടുള്ള രക്തം തന്നെ കുടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? 2 ആടുകളെ അവിടെ ഉള്ളൂ, ചോട്ടുവും മോട്ടുവും. അതിലാരെങ്കിലും ഒരാളിനെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ചോട്ടുവിനെ പിടിക്കാൻ പോവുകയാണെങ്കിൽ മോട്ടു കണ്ടുപിടിക്കും, മോട്ടു ഈ ചെന്നായെ ഓടിക്കും, അല്ലെങ്കിൽ ബഹളമുണ്ടാക്കി ബാക്കി കൂട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടും, ബാക്കി മൃഗങ്ങളൊക്കെ കൂടെ വന്ന് ഈ ചെന്നായ ഓടിക്കും. അതുകൊണ്ട് ഈ ചെന്നായ ഒരു കാര്യം തീരുമാനിച്ചു, ഇവരെ തമ്മിലടിപ്പിക്കണം. ചോട്ടുവിനെയും മോട്ടുവിനെയും തമ്മിലടിപ്പിക്കണം. അതിനെന്ത് ചെയ്യാം? ചെന്നായ ഒരുപാട് ദിവസം പല പല പദ്ധതികളും ആവിഷ്കരിച്ച് നോക്കി, പല പല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് നോക്കി. അവസാനം ഈ ചെന്നായി ഒരു ഉപായം കണ്ടെത്തി, ഒരു തന്ത്രം, ഒരു ട്രിക്ക് കണ്ടുപിടിച്ചു. ഒരു ദിവസം ഈ ചോട്ടു ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ആ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഈ ചോട്ടു എന്ന ഈ ആടിൻ്റെ അടുത്ത് വന്ന് ഈ ചെന്നായ എങ്ങനെ പറഞ്ഞു, അല്ലയോ ചോട്ടു, നിന്നെക്കുറിച്ച് ആ മോട്ടു പറയുന്നത് എന്താണെന്നറിയാവോ? നിനക്കൊരു ശക്തിയുമില്ല, നിനക്കൊരു കഴിവുമില്ല. ഒരു മത്സരം വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നീ തോറ്റുപോകും, മോട്ടു ജയിക്കും എന്നാണ് മോട്ടു സ്വയം പറയുന്നത്. നിനക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് അവനെ എപ്പോഴും കൂട്ടുപിടിച്ച് നടക്കുന്നതെന്നാണ് മോട്ടു പറയുന്നതെന്ന് ചോട്ടുവിനോട് ആര് പറഞ്ഞു? ഈ ചെന്നായ പറഞ്ഞു. ചെന്നായ ചോട്ടുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോട്ടുവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ആദ്യം ചോട്ടു ഇതൊന്നും വിശ്വസിച്ചില്ല എങ്കിലും വീണ്ടും വീണ്ടും ചെന്നായ ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോട്ടുവിന് ഭയങ്കര ദേഷ്യം വന്നു. ആഹാ, അങ്ങനെ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അവനുമായിട്ടൊരു മത്സരം വെച്ചിട്ട് തന്നെ ഒരു കാര്യം,
അവനോടൊരു മത്സരം നടത്തി, അവനൊരു ഇടി മത്സരം നടത്തി അവനെ തോൽപ്പിക്കണം. അവനെ ഞാൻ തോൽപ്പിക്കും, എന്നിട്ട് ഞാൻ തെളിയിക്കും ഞാനാണ് ശക്തിയുള്ള ആളെന്ന് ഞാൻ തെളിയിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കുറേ സമയം കഴിഞ്ഞു. അപ്പുറത്ത് മോട്ടു ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. മോട്ടു എന്ന് പറയുന്ന ആട് ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. ആ സമയത്ത് മോട്ടു എന്ന ആടിനോട് ചെന്ന് ഈ ചെന്നായ പറഞ്ഞു, മോട്ടു, നിന്നെക്കുറിച്ച് ആ ചോട്ടു എന്തൊക്കെ പറയുന്നതെന്നറിയാവോ? നിനക്കൊരു ശക്തിയുമില്ല, നിനക്കൊരു ഭംഗിയുമില്ല, നിനക്കൊരു കഴിവുമില്ല. ഏതെങ്കിലും മൃഗങ്ങൾ നിന്നെ ആക്രമിക്കാൻ വന്നാൽ നിനക്കൊറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് നീ എപ്പോഴും ആ ചോട്ടുവിനെ കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് ചോട്ടു മറ്റുള്ള എല്ലാവരോടും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടുവിനും ദേഷ്യമായി. അവൻ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ ഉടനെ തന്നെ ഒരു മത്സരം നടത്തണം, അവനുമായിട്ടൊരു ഇടി മത്സരം നടത്തണം. ഇടി മത്സരം നടത്തി എനിക്കതിൽ ശക്തിയുണ്ടെന്ന് ഞാൻ തെളിയിക്കും, ഞാൻ 1ാം സ്ഥാനം നേടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ മനസ്സിൽ ഒരു വൈരാഗ്യമായി. അവർ തമ്മിൽ പിണക്കത്തിലായി. എല്ലാ ദിവസവും അവരൊരുമിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ അന്നായപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ, ഈ ചെന്നായി ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാതായി. 2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസമായപ്പോൾ ഈ ചെന്നായ രണ്ടുപേരെ അറിയിച്ചു, ഓക്കെ, നാളെ രാവിലെ മത്സരമാണ്, ഇടി മത്സരമാണ്. അപ്പോൾ ഇതിലാരാണ് ജയിക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി, മത്സരത്തിൻ്റെ സമയമായി. ചോട്ടു വന്നു, മോട്ടു വന്നു. രണ്ടുപേരുടെയും മുഖത്ത് പഴയ സ്നേഹമൊന്നുമില്ല, പഴയ സന്തോഷമൊന്നുമില്ല. തമ്മിൽ കാണുമ്പോൾ ഒരു വൈരാഗ്യം. മുഖമെല്ലാം ഭയങ്കര കറുത്ത് ഇരുണ്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നു രണ്ടുപേരുടെ മുഖം. അവരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ദേഷ്യം കൊണ്ട്. അവരുടെ ചെവിയൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. രണ്ടുപേർക്കും ദേഷ്യമാണ്. കാരണം ചോട്ടു എന്ന ആടും മോട്ടു എന്ന ആടും വന്നിരിക്കുവാണ്. എന്തിനാണ്? ആരാണ് ശക്തിയുള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിനെ മാർക്ക് പറയാൻ വേണ്ടി ഒരാൾ വേണമല്ലോ. ഒരാൾ വിജയിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താൻ ഒരാൾ വേണമല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഒരുപക്ഷെ പാട്ട് മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ട മത്സരം നടക്കുമ്പോൾ അതിൻ്റെ വിജയികളെ കണ്ടെത്താൻ വേണ്ടി ജഡ്ജസായിട്ട് കുറച്ച് പേര് കാണും അല്ലേ, അതിൻ്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി, പ്രൈസ് ആർക്കാണെന്ന് പറയാൻ വേണ്ടി. അതുപോലെ ഈ മത്സരത്തിൽ ഇതിൻ്റെ പ്രൈസ് ആർക്കെന്ന് പറയാൻ വേണ്ടി ഇതിൻ്റെ നടുക്കായിട്ട് ഈ ചെന്നായ നിന്നു. ചെന്നായ പറഞ്ഞു, ഞാനാണ് ഇതിൽ പ്രൈസ് തീരുമാനിക്കുന്നത്, ആരാണ് ഫസ്റ്റ് എടുക്കുന്നതെന്ന് നോക്കാം. പക്ഷെ ചെന്നായയുടെ ഒരു ആഗ്രഹം എന്തുമായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്തായിരുന്നു ചെന്നായയുടെ ആഗ്രഹം? യെസ്, എന്തായിരുന്നു? ചോര കുടിക്കുക അല്ലേ, ആടിൻ്റെ ചോര കുടിക്കുക, ആടിൻ്റെ രക്തം കുടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചെന്നായ മനസ്സിൽ തീരുമാനിച്ചു, ഈ ആടുകൾ തമ്മിലിടിക്കും, ഇവർ തമ്മിൽ നെറ്റി കൊണ്ട് കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ നെറ്റി പൊട്ടും, നെറ്റിൽ നിന്ന് എന്ത് വരും? ചോര വീഴും. അപ്പോൾ ചോര താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുടിക്കണമെന്ന് ചെന്നായ്ക്കൊരാഗ്രഹം. താഴെ വീഴുന്നതിന് മുമ്പേ അങ്ങനെ ഒരു അത്യാഗ്രഹമായിരിക്കും ചെന്നായ്ക്ക്. എന്നാലോ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇടിച്ചിടിച്ച് രണ്ടുപേരും പരസ്പരം ഇടിച്ച് ചാകുമ്പോൾ വീണ്ടും രക്തം എനിക്ക് കുടിക്കാൻ പറ്റും. അങ്ങനെ ചെന്നായ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു അത്യാഗ്രഹമായിരുന്നു. ഈ കൂട്ടുകാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഈ ചെന്നായ രണ്ടുപേരോടും കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അങ്ങനെ മത്സരം ആരംഭിച്ചു. റെഡി, 1 2 3 സ്റ്റാർട്ട് എന്ന് ചെന്നായ പറഞ്ഞു. ചെന്നായ പറഞ്ഞ ഉടനെ തന്നെ ചോട്ടു എന്ന ആടും മോട്ടു എന്നുള്ള ആടും രണ്ട് സൈഡിൽ നിന്ന് വന്ന് ഒരുമിച്ച് ഇടിക്കാനായിട്ട് തുടങ്ങി. അവരൊരുമിച്ച് ഇടിച്ചു. രണ്ടുപേരും ഒരുമിച്ച് വന്ന് നെറ്റി ഇടിച്ചു. ആദ്യത്തെ ഇടിയിൽ ഒന്നും സംഭവിച്ചില്ല, രണ്ടുപേരുടെയും നെറ്റി വേദനിച്ചു. പക്ഷേ അവരൊന്നും പുറത്ത് കാണിച്ചില്ല, വേദനിച്ച കാര്യമൊന്നും പുറത്ത് കാണിച്ചതില്ല അല്ലേ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ചില കൂട്ടുകാരുണ്ട്, ടീച്ചർ ചിലപ്പോൾ നല്ല അടി കൊടുക്കും, അവർക്ക് നല്ല ശിക്ഷ കൊടുക്കും. അവർക്ക് വേദനിച്ചിരുന്നാലും അവരെങ്ങനെ ഇരിക്കും? വേദനിക്കാത്തതുപോലെ ഇരിക്കും. അതുപോലെ ഈ ചോട്ടുവും മോട്ടുവും അവർ തമ്മിൽ വന്ന് ഒറ്റ ഇടി കൊടുത്തു. നന്നായിട്ട് വേദനിച്ചെങ്കിലും അവർ പുറമേ ആ വേദന കാണിച്ചില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നായി വിചാരിച്ചു, ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം ഇവർ ഇടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ നെറ്റിയൊക്കെ പൊട്ടും, ചോര വീഴും. അപ്പോൾ അതെനിക്ക് കുടിക്കണമെന്ന് വിചാരിച്ച് ഈ ചെന്നായ കുറച്ച് മുമ്പിലോട്ട് കയറി നിന്നു. ഈ ആടുകൾ തമ്മിലിടിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് കയറി നിന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഈ ആടുകൾ വന്ന് തമ്മിൽ ഇടിച്ചു. ഇവരുടെ നെറ്റി പൊട്ടി, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പക്ഷേ രക്തം താഴേക്ക് വന്നില്ല. അപ്പോൾ ചെന്നായി ഉറപ്പിച്ചു, ഉറപ്പാണ്, ഒന്നിൽ പിഴച്ചാൽ 3 മൂന്നാമത്തെ പ്രാവശ്യം എന്തായാലും ഇവർ തമ്മിലിടിച്ച് ഇവരുടെ നെറ്റിയൊക്കെ പൊട്ടിക്കും. വീണ്ടും ചെന്നായി പറഞ്ഞു, റെഡി, 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ചോട്ടുവും മോട്ടുവും അവർ ഓടി വന്ന് ഇടിക്കാനായിട്ട് വന്നു. ഈ സമയത്ത് ഈ ചെന്നായി എന്ത് ചെയ്തു? അത്യാഗ്രഹം കൊണ്ട്, എന്തായാലും ഇപ്പോൾ എനിക്ക് ചോര കുടിക്കാമെന്നുള്ള അത്യാഗ്രഹം കൊണ്ട് ഈ ആടുകൾ അവർ ഇടിക്കുന്നതിൻ്റെ രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനെ
വളരെ ആഗ്രഹത്തോടെ നാക്കെല്ലാം നീട്ടി മുമ്പിലോട്ട് പോയി ചോര കുടിക്കാൻ വേണ്ടി പോയി. കൂട്ടുകാരെ, എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ രണ്ടാടുകളും വളരെ ദേഷ്യത്തിനും ശക്തിയോടെയും വന്ന് ഒറ്റ ഇടിയായിരുന്നു. ഇടിച്ചപ്പോഴോ എന്ത് സംഭവിച്ചു? ഇതിനിടയിൽ അത്യാഗ്രഹത്തോടെ ആര് വന്നു? ചെന്നായ വന്നു. ഈ രണ്ടാടുകളും വന്ന് ഇടിച്ചത് ആരുടെ തലയ്ക്കായിരുന്നു? ഈ ചെന്നായുടെ തലയ്ക്കായിരുന്നു. ചോട്ടും മോട്ടും കൂടെ ഒരുമിച്ച് വന്ന് ഒറ്റ ഇടിയായിരുന്നു ഈ ചെന്നായുടെ തലയിൽ. ചെന്നായുടെ തല പൊട്ടി, ചോര വാർന്നു, ചെന്നായുടെ ബോധം പോയി, അവിടെ കിടന്നു. അപ്പോൾ ചോട്ട് പറഞ്ഞു, ആഹാ, ഇനിയിപ്പോൾ ആർക്ക് പ്രൈസ് കിട്ടും? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശക്തിയില്ലെന്ന്. ഉടനെ മോട്ട് പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, നീയല്ലേ പറഞ്ഞത്. അപ്പോൾ അല്ല, എന്നെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി ഇവർ രണ്ടുപേരും ഇത് പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് ഇത് ചോര കുടിക്കാനുള്ള ഈ ചെന്നായയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു വലിയൊരു ആപത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയൊരു പിണക്കത്തിൽ നിന്നും ആ രണ്ടാളുകളും രക്ഷപ്പെട്ടു. ഈ ഒരു കഥയിൽ നിന്നും കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ കൂട്ടുകാർ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി പലതും പറയാറുണ്ട്. നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലേ? നമ്മൾ ഒരിക്കലും ഒരാൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഇത് ഞങ്ങൾ വേദപുസ്തകത്തിൽ നിങ്ങളെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. എഫേസ്യർ 4:29. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഒന്നുകൂടെ ഞാൻ പറയാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. കൃപ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്, ശരിയല്ലേ? ഇന്ന് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റു, നമ്മുടെ കഴിവ് കൊണ്ടാണോ? ഇല്ല, ദൈവത്തിൻ്റെ കൃപ, ശരിയല്ലേ? ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിന് നമ്മളോട് തോന്നിയ ഒരു കൃപ. അപ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പം നമ്മുടെ വായിൽ നിന്നും എങ്ങനെയുള്ള വാക്കുകളാണ് വരേണ്ടത് കൂട്ടുകാരെ? നല്ല വാക്കുകൾ, ഗുഡ് വേർഡ്സ്, അല്ലേ? നല്ല വാക്കുകൾ. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന നല്ല വാക്കുകൾ മാത്രമേ നമ്മുടെ വായിൽ നിന്നും വരാവൂ. ഇന്ന് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റു, നിങ്ങൾ താങ്ക് യു പറഞ്ഞോ ദൈവത്തോട്? ദൈവമേ നന്ദി. എന്തിനാ താങ്ക് യു പറഞ്ഞത്? കഴിഞ്ഞ രാത്രി നമ്മൾ ഉറങ്ങി, ഇന്ന് രാവിലെ എഴുന്നേറ്റു, ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു, ദൈവത്തിൻ്റെ കൃപ. അതിനായിട്ട് ദൈവമേ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഇന്ന് ഞങ്ങളെ രാവിലെ അങ്ങ് ഉറക്കം എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായിട്ട് നന്ദി. നല്ല വാക്കാണല്ലേ? ദൈവത്തെ സ്തുതിക്കുന്ന നല്ല വാക്ക്. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന നല്ല വാക്കുകൾ. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരൊക്കെ പലപ്പോഴും ബാഡ് വേർഡ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്, മോശപ്പെട്ട വാക്കുകൾ. ചിലരൊക്കെ ചില മോശമായിട്ടുള്ള പേര്, അവർക്കൊരു ഒറിജിനൽ പേര് കാണും, പക്ഷേ ആ പേര് മാറ്റി ചിലപ്പോൾ അവരുടെ വേറെ പേരൊക്കെ ചിലർ വിളിക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ പല്ല് ഒരൽപ്പം നീണ്ടിരിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഒരു ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ കാണും, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ കാണും, നമ്മുടെ ക്ലാസ്സിൽ പല നിറത്തിലുള്ളവർ കാണും, പല രീതിയിലുള്ളവർ കാണും. അപ്പോൾ അവരെയൊക്കെ ഓരോ പേരുകൾ വിളിച്ച് കളിയാക്കുന്ന കൂട്ടുകാരുണ്ടാവും. അതൊന്നും ദൈവമക്കൾ ചെയ്യാൻ പാടില്ല. ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ വരാവൂ. മറ്റുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ആ വാക്കുകൾ പറയരുത് കേട്ടോ. മറ്റുള്ളവർ ചെയ്യുന്ന ആക്ഷൻ, ചിലപ്പോൾ മോശമായിട്ടുള്ള ആക്ഷനുകളായിരിക്കും അവർ ചിലപ്പോൾ ചെയ്യുന്നത്. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഈ ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടി ചോദിക്കുകയുണ്ടായി, അങ്കിളെ, ഇങ്ങനെ പലരും പല ആക്ഷൻസൊക്കെ കാണിക്കും, ചില വിരലുകൾ കൊണ്ടൊക്കെ, ഈ 3-ാമത്തെ വിരൽ ഉപയോഗിച്ചൊക്കെ പല ആക്ഷൻസും കാണിക്കുന്നു. അത് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? എന്താ അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് പല ആക്ഷൻസും ഉണ്ട്, അല്ലേ? നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ്? നമ്മളൊരാളിനെ ഗുഡ് നമ്മളിങ്ങനെ കാണിക്കുമല്ലോ, തംസപ്പ് നമ്മൾ കാണിക്കത്തില്ലേ, അല്ലേ? അതായത് റൈറ്റ് ആണെന്ന് നമ്മൾ കാണിക്കുക, ഡൺ കാണിക്കുവാണ്, അല്ലേ? ഇനി നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ടല്ലോ, സന്തോഷം വരുമ്പോൾ, അല്ലേ? വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ നമ്മൾ വെരി ഗുഡ് ഇങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ ഈ 3-ാമത്തെ വിരൽ പലരും ഒരു മോശപ്പെട്ട ഒരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. 3-ാമത്തെ വിരൽ അവർ കാണിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചിലർ കാണിക്കുന്നത്. പ്രൈവറ്റ് പാർട്സ്, നമ്മുടെ
ബോയ്സിൻ്റെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഒരു അടയാളമായിട്ടാണ് അത് കാണിക്കുന്നത്. അത് ആരുടെയും നേരെ കാണിക്കാൻ പാടില്ല. അത് അവരെ തീരെ മോശമായിട്ട് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അവരെ നമുക്ക് അസഭ്യ വാക്കുകൾ പറയുന്നതിന്, മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നതിന് തുല്യമാണ്. ഒരിക്കലും ആരുടെ നേരെയും അങ്ങനെ നമ്മൾ കാണിക്കാൻ പാടില്ല. വേദപുസ്തകം പറയുന്നു, ബൈബിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുവാ? നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മുടെ ആക്ഷൻസും ഒക്കെ എങ്ങനെയായിരിക്കണം? മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്ന, അവർക്ക് കൃപ ലഭിക്കുന്ന നല്ല വാക്കുകളായിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ല വാക്കുകളായിരിക്കണം. മോശമായിട്ടുള്ളതൊന്നും നമ്മൾ പറയരുത്. അല്ലേ? ഈ ലോകത്ത് നമ്മൾ ഒരുപാട് വാക്കുകൾ കേൾക്കും. ചിലപ്പോൾ തമ്മിലടിക്കുമ്പോൾ പലരും പലതുമൊക്കെ പറയുമായിരിക്കും. നമ്മുടെ കൂട്ടുകാരെ പല പേരുകളൊക്കെ വിളിക്കുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെയും പലരും പല പേരുകളും വിളിച്ച് കളിയാക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി, എനിക്കത് വേണ്ട. നിങ്ങളൊരു പേര്, മോശപ്പെട്ടൊരു പേര് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ, നിങ്ങളുടെ പപ്പായും അമ്മയും നിങ്ങൾക്കൊരു നല്ല പേരിട്ടിട്ടുണ്ട്, ശരിയല്ലേ? അതല്ലാതെ മറ്റേതെങ്കിലും ഒരു പേര് നിങ്ങളെ അവർ വിളിക്കുവാണെങ്കിൽ, ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ പേര് നിങ്ങളുടേതല്ലാതായിട്ട് മാറുന്നു. ശരിയല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ വരരുത്. അതുപോലെ മോശമായിട്ടുള്ള ഒരു രീതികളും, കൈ കൊണ്ടുള്ള ആക്ഷനുകളോ, ഞാൻ പറഞ്ഞ പോലെ ചില വിരലുകൾ കാണിക്കുന്നത് പോലെ ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. കാരണം അത് വളരെ മോശപ്പെട്ട ചില ആക്ഷനുകളാണ്. അതൊന്നും ദൈവത്തിൻ്റെ മക്കൾ കാണിക്കരുത്, കേട്ടോ. കാരണം നമ്മളെല്ലാം ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലേ? ദൈവത്തിന് ഒത്തിരി സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് തന്നെ വളരെ വിഷമമാകും, അല്ലേ? ഞാൻ അവളെ ഒത്തിരി സ്നേഹിച്ചിട്ട്, അവനെ ഒത്തിരി സ്നേഹിച്ചിട്ട് അവൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് വിഷമമാവത്തില്ലേ? അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളായിരിക്കുക, നല്ല കൂട്ടുകാരായിരിക്കുക. നമ്മൾ കഥയിൽ കേട്ടതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടുകാരെ തമ്മിലടിപ്പിക്കരുത്. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയരുത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. അതുപോലെ തന്നെ മോശമായിട്ടുള്ള ഒരു വാക്കുകളും നമ്മൾ പറയരുത്. അതുപോലെ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ മോശമായിട്ടുള്ള ഒരു ആക്ഷനോ ഒന്നും നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ ശരീരത്തിൽ നിന്നോ നമ്മുടെ ഭാഗത്തു നിന്നൊന്നും വരാൻ പാടില്ല, അല്ലേ? അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഗുഡ് സ്റ്റുഡൻസായി, നിങ്ങൾ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി, നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി, നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് വളരുവാനായിട്ട് കഴിയും. അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഒരു പക്ഷേ നിങ്ങളിങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്നൊക്കെ അറിയാതെ നിങ്ങൾക്ക് വീണ് പോയി, അങ്ങനെ വന്നു പോയി, ചില ആക്ഷൻസ് നിങ്ങൾ കാണിച്ചു പോയെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചെയ്യുക. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. യഹോവയായ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. എന്നത് തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തോട് പാപക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് പറ്റും? ദൈവം നമ്മളെ ശിക്ഷിക്കാതെ നമ്മളെ വീണ്ടും സ്നേഹിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ സമയം അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ സ്തുതിക്കുവാനും, ദൈവമേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും, അങ്ങയുടെ വചനം കേൾക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ കൂട്ടുകാരും ദൈവമേ അവരിന്ന് പല കാര്യങ്ങൾക്കായിട്ട് യാത്ര തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ കർത്താവെ അപകടങ്ങളോ അനർത്ഥങ്ങളോ വരാതെ വണ്ണം ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അങ്ങ് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സകല നന്മകളും സമൃദ്ധിയും കൊടുത്തങ്ങ് നിറയ്ക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുവാൻ എല്ലാ കൂട്ടുകാരും ദൈവമേ അവരുടെ വായിൽ നിന്നും കർത്താവ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരാതെ, അസഭ്യമായിട്ടുള്ള ഒന്നും വരാതെ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള, മറ്റുള്ളവർക്ക് കർത്താവെ സന്തോഷം പകരുന്ന, അവർക്ക് കർത്താവെ സമാധാനം കൊടുക്കുന്ന, അവരെ പ്രോത്സാഹനം കൊടുക്കുന്ന നല്ല വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുവാൻ, തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമില്ലാത്തവരായി, പരദൂഷണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന സ്വഭാവമില്ലാത്തവരായി, ദൈവമേ അങ്ങനെയുള്ള ദുശീലങ്ങൾക്കൊന്നും അടിമപ്പെടാതെ നല്ല ശീലങ്ങളുള്ളവരായി മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ ചെറുപ്പകാലം മുതലേ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനപ്രകാരം അവരുടെ സ്വഭാവങ്ങളെ ക്രമീകരിക്കുവാനും അവരുടെ ജീവിതങ്ങളെ മാറ്റുവാനും ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഓരോ കുഞ്ഞുങ്ങളും, ഓരോ കൊച്ചു കൂട്ടുകാരും ദൈവമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ, അങ്ങനെ അവരുടെ ജീവിതത്തിലൂടെ കർത്താവെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിട്ട് മാറുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ഓരോ കാര്യങ്ങളും അങ്ങ് കൂടിയിരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ രോഗങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കൂട്ടുകാരെയും, കൊച്ചു കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയൊക്കെ സമർപ്പിക്കുന്നു. അപ്പ ദൈവമേ ഇന്ന് അവർക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം പ്രയാസങ്ങളിലായിരിക്കുന്നുണ്ടോ അവരുടെ പ്രയാസങ്ങളെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഓരോ കാര്യങ്ങളിലും അങ്ങ് കൂടിയിരിക്കണമേ. എല്ലാ മഹത്വത്തോടത്തേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ. അപ്പോൾ എല്ലാവരും ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് മറക്കണ്ട. നമ്മുടെ വായിൽ നിന്നും നല്ല വാക്കുകൾ വരട്ടെ, നമ്മുടെ ശീലങ്ങൾ നല്ല ശീലങ്ങളാകട്ടെ, തമ്മിൽ അടുപ്പിക്കാത്ത ഒരു സ്വഭാവം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്താത്ത ഒരു സ്വഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരെ ഇല്ലാത്ത പേരുകൾ വിളിക്കാത്ത ഒരു നല്ല സ്വഭാവം നമുക്കുണ്ടായി വരട്ടെ, അല്ലേ? അല്ലെങ്കിൽ തെറ്റായ ആക്ഷൻസ് ഒന്നും കാണിക്കാതെ മറ്റുള്ളവരെ പ്രോത്സാഹനം കൊടുക്കുന്ന നല്ല വാക്കുകൾ, അങ്ങനെ നിങ്ങൾക്ക് നല്ല ശീലങ്ങളുള്ളവരായിട്ട് മാറട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.